നമസ്കാരം. കേരളത്തിൽ പുതിയ രാഷ്ട്രീയ പദ്ധതികൾ പ്ലാൻ ചെയ്ത് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും. കേന്ദ്ര ആരോഗ്യമന്ത്രിയും ബി.ജെ.പിയുടെ അധ്യക്ഷനുമായ ജെ.പി. നദ്ദ കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ ബി.ജെ.പിയുടെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിൽ അക്കൗണ്ട് തുറന്ന അന്നു മുതൽ ബി.ജെ.പിക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. വേരുറപ്പിക്കാനുള്ള സാധ്യത ഏറെക്കുറെയാണ്. അതായത് ബി.ജെ.പിക്ക് കേരളത്തിൽ വിളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബി.ജെ.പിയുടെ സർപ്രൈസ് നീക്കം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തൃശൂരിൽ സുരേഷ് ഗോപിയെ നിർത്തിയതു മുതൽ ബി.ജെ.പിക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കേരളത്തിൽ ആദ്യമായി ബി.ജെ.പി. വിജയം നേടിയിരിക്കുകയാണ്. മൂന്നാം തവണയും മോദി സർക്കാർ അധികാരത്തിൽ വന്നത് ഒരു ചരിത്ര നേട്ടമായിട്ട് തന്നെയാണ് നാം കാണുന്നത്. ബി.ജെ.പി. തമിഴ്നാട്ടിൽ വെക്കുന്ന ഒരു ലക്ഷ്യമുണ്ട്. അത് ബി.ജെ.പിക്ക് ഭാവിയിൽ തമിഴ്നാട്ടിൽ വൻ വിജയം നേടിക്കൊടുക്കുമെന്നതിൽ ഉറപ്പാണ്. ബി.ജെ.പി. വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്ന പ്രചാരണം ജനം തള്ളിക്കളഞ്ഞു. ബി.ജെ.പി. ഇപ്പോൾ അഖിലേന്ത്യാ പാർട്ടിയാണ്. കേരളത്തിൽ ഗംഭീര മുന്നേറ്റം ഭാവിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. തിരുവനന്തപുരത്ത് 36% വോട്ട് ബി.ജെ.പി. നേടി. ആറ്റിങ്ങലിൽ വെറും 10,000 വോട്ടുകൾക്കാണ് നമ്മൾ പരാജയപ്പെട്ടത്. തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകളിൽ ബി.ജെ.പി. ആണ് ലീഡ് ചെയ്തത്. 6 മുനിസിപ്പാലിറ്റികളിൽ ഇപ്പോൾ ബി.ജെ.പി. മുന്നിലാണ്. കോൺഗ്രസിന് മുൻ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ 45 സീറ്റ് അധികം ഇത്തവണ ബി.ജെ.പിക്ക് കിട്ടി. 13 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. കോൺഗ്രസിന് കണക്കറിയാത്തതാണ് പ്രശ്നമായത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിച്ചെന്ന് അവർ ഇപ്പോഴും പറഞ്ഞു നടക്കുന്നത്. സംഘകക്ഷികളുടെ വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിക്കുന്ന പാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ്. ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ തോറ്റ് തുന്നം പാടി തകർന്ന് തരിപ്പണമായതാണ്. ബി.ജെ.പിയുമായി നേരിട്ട് ഏറ്റുമുട്ടിയ സ്ഥലങ്ങളിൽ കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് വെറും 26% മാത്രമാണ്. അഴിമതി മാത്രമാണ് കോൺഗ്രസിന്റെ മുഖ്യ ലക്ഷ്യം. അതാണ് അവരുടെ ആശയം, അതാണ് അവരുടെ അജണ്ട. കുടുംബാധിപത്യമാണ് ഇപ്പോൾ കോൺഗ്രസിലുള്ളത്. സ്വന്തം കൊടി പോലും ഒഴിവാക്കിയാണ് വയനാട്ടിൽ മത്സരിച്ചത്. ബി.ജെ.പിക്കാർ മരണം പോലും വിരിച്ച് കൊടി ഉയർത്തുന്നവരാണ്. 15,000 പാർട്ടികൾ ഇന്ത്യയിലുണ്ടെങ്കിലും ബി.ജെ.പി. മാത്രമാണ് ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ദേശീയ സമ്മേളനം നടന്നപ്പോഴും കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2019 അത് റദ്ദാക്കി. അയോധ്യയിൽ രാമക്ഷേത്രം വരുമെന്ന് പറഞ്ഞു, രാമക്ഷേത്രം വന്നു. എന്തായാലും കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ ലക്ഷ്യമുണ്ട്, വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട്, വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. അതായത് കേരളത്തിൽ താമര വിരിക്കുക ഏത് രീതിയിലും. അതിനുവേണ്ട ശ്രമങ്ങൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ തന്നെ ജെ.പി. നദ്ദയുടെ നേതൃത്വത്തിലും ബി.ജെ.പി. കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് പ്രഭാരിയായി പുനർനിയമിച്ചുകൊണ്ട് ബി.ജെ.പി. കേന്ദ്ര നേതൃത്വം കളികൾ തുടങ്ങിക്കഴിഞ്ഞത്. 2026 സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയായി സുരേഷ് ഗോപിയെ എത്തിക്കാനാണ് ബി.ജെ.പി. നീക്കം നടക്കുന്നത്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട്. അങ്ങനെയെങ്കിൽ ഇനി കേരളത്തിൽ താമര വിരിഞ്ഞ് കേരളത്തിൽ ബി.ജെ.പി. ഭരിക്കുമെന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ആ കാലഘട്ടം ഒരു വിദൂരമല്ല എന്ന് തന്നെ നമുക്ക് എടുത്തു പറയണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.